വിശ്വാസ് കുമാർ രമേശ് 20 വർഷമായി ലണ്ടനിൽ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ്. സഹോദരനൊപ്പം ബന്ധുക്കളെ കാണാനാണ് ഇന്ത്യയിലെത്തിയത്. കുറച്ചുനാൾ ഇന്ത്യയിലെ കുടുംബത്തിനൊപ്പം താമസിച്ച് 45-കാരനായ അജയ് കുമാർ രമേശ് എന്ന സഹോദരനെയും കൂട്ടി ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു വിശ്വാസ് രമേശ്. ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷപ്പെടൽ. എയർ ഇന്ത്യ വിമാനാപകടത്തിൽ അതിജീവിച്ച വിശ്വാസ് കുമാർ രമേശ് ലോകമെമ്പാടും ചർച്ചയാവുകയാണ്. ഇടപെടൽ പോലെയാണ് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന 242 പേരിൽ എല്ലാവരെയും മരിച്ചു കാണുമെന്ന നിഗമനത്തിനിടയിൽ അപകടത്തിന്റെ വിവരം പറയാൻ വേണ്ടി മാത്രമായി ഒരാളെ അവശേഷിപ്പിച്ചത്. കോക്പിറ്റിലൂടെ പുറത്തു ചാടിയതാണ് വിശ്വാസ് കുമാർ രമേശിന്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു. എനിക്ക് ചുറ്റും വിമാനത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ആരോ എന്നെ കൈപിടിച്ച് ഉയർത്തി ആംബുലൻസിൽ കയറ്റി, രമേശ് പറയുന്നു. വിമാനം പറന്നുപൊങ്ങി 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മുഴക്കം കേട്ടെന്നും അതിനുശേഷം വിമാനം താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി. അഹമ്മദാബാദിലെ അസർവയിലെ സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ 11A സീറ്റിലെ യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ്. ഭയാനകമായ വിമാനാപകടത്തിൽ നിന്നും താൻ അപകടനില തരണം ചെയ്തുവെന്ന് വിശ്വാസ് കുമാർ രമേശ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നെഞ്ചിലും കാലിലും മുഖത്തും ഇടിയുടെ ആഘാതത്തിൽ പരിക്കുകളുണ്ട്. പക്ഷേ ഫുൾ ടാങ്ക് ഇന്ധനമുള്ള എയർ ഇന്ത്യ വിമാനം തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവനിശ്ചയം പോലെ ഒരാൾ മാത്രം ജീവനോടെ ഇരിക്കുന്നതെന്ന വിസ്മയം ബാക്കിയാവുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ എല്ലാ ഭീകരരും കൊല്ലപ്പെട്ടപ്പോഴും 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ കഥ പറയാൻ അജ്മൽ കസബ് ബാക്കിയുള്ളതുപോലെ ഒരു ദൈവഹിതമാണ് ഇവിടെയും ഇന്ന് പലരും പറയുന്നു.